ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറി ആയിട്ടാണ് കേട്ടോ. നല്ല രസമാണ് മുട്ട റോസ്റ്റ് ചെയ്തിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ അടിപൊളി. ഇത് നെയ്ച്ചോറിലേക്ക് ദോശയ്ക്ക് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയതുണ്ട്. അതിലേക്ക് നല്ല രസമായിരുന്നു നെയ്ച്ചോറിലൊക്കെ ഇത് കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ആദ്യം നമുക്കൊരു ചട്ടി വെക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. അത് കുരുമുളക് വെളിച്ചെണ്ണയുള്ള കുരുമുളക് വീണത് കേട്ടോ. നാട്ടിൽ തുറന്ന വെളിച്ചെണ്ണ കേടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പട്ട ഗ്രാമ്പ് ഏലക്ക അതൊക്കെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമില്ലേ, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ആ പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നുണ്ടായാൽ പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇതേപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സവാള ഉണ്ടല്ലോ, ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചെറിയ പൊടി പൊടിയാക്കി മുറിക്കണേ. നന്നായി മുറിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായി വാടി വന്നതിന് ശേഷം ഔഷധ ഉപ്പ് നന്നായിട്ട് മൂടി വെക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. നല്ല രസമുള്ളൊരു അതെന്തായാലും നമ്മളൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുന്നുണ്ട്, അടിപൊളിയാണ്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായി വാടി കണ്ടില്ല ഉള്ളി നന്നായി വാടണം കേട്ടോ. ഉള്ളി എന്നാലും അല്ലാതെ നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നല്ല കൊഴുപ്പ് ഇട്ടെടുത്ത് നല്ല കൊഴുപ്പുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി നമ്മളെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, എരിവ് കുറവാട്ടോ. ഇതിൽ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് പിന്നെ ഗരം മസാല 1/4 സ്പൂണ്, കുരുമുളക് പൊടി 1/4 സ്പൂണ്, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ, 1.5 തക്കാളി, വലിയ തക്കാളി ഇട്ടത് 1.5 തക്കാളി നന്നായിട്ട് വാടി നന്നായി ഇതാക്കണം കേട്ടോ. മസാല നന്നായിട്ട് സെറ്റായതിന് ശേഷം പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഈ 3 പച്ചമുളക് അഴുകത്തിൽ നല്ല തിളച്ച ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്ര ചുടുവെള്ളം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾ ചുടുവെള്ളം ഒഴിക്കണം, ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചുടുവെള്ളം. ആവശ്യത്തിൽ ഉപ്പിട്ട് പിന്നെ നമ്മൾ മുട്ട ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 6-7 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പരിഞ്ഞിട്ട് നല്ല രസമുള്ള എന്തായാലും ഒന്ന് ഉണ്ടാക്കി